Today we are going to learn a new chapter, Mother's Day, written by J.B.Priestley. The major characters are Mrs. Annie Pearson, she is a central character, Mr. George Pearson, her husband, Doris Pearson, daughter, Cyril Pearson, son, Mrs. Fitzgerald, neighbor. The play is a humorous portrayal of the plight of a mother in her own family. We can see how the family reacts when the mother tries to stand up for her rights. ഈ പ്ലേയിൽ ഒരു സ്ത്രീ ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും സ്വന്തം വീട്ടിൽ നേരിടുന്ന അവഗണനകൾ, കഷ്ടപ്പാടുകൾ എന്നിവയെല്ലാം വളരെ ഹാസ്യാത്മകമായ രീതിയിൽ J.B.Priestley വിവരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ പ്ലേയിലെ പ്രധാന കഥാപാത്രമായ മിസ്സിസ് പിയേഴ്സൺ അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും ലഭിക്കാൻ സുഹൃത്തും അയൽവാസിയുമായ മിസ്സിസ് ഫീസ്ജെറാൾഡിനെ കൂട്ടുപിടിക്കുന്നു. തുടർന്നുള്ള രസകരമായ സംഭവങ്ങളാണ് ഈ പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. The story of Mother's Day revolves around the sacrifices and selfless devotion that a mother gives in order to nurture and nourish a happy and healthy home. The mother in the story, Mrs. Pearson, is one such a woman. She struggles all day to fulfill every whim and fancy of her husband and children, a daughter named Doris and a son named Cyril. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു സ്ത്രീ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുവാനും മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നു. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അവഗണന മാത്രം നേരിട്ടാലോ? ഈ പ്ലേയിലെ കേന്ദ്ര കഥാപാത്രം അതുപോലെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. യാതൊരു ക്ഷീണവും വിശ്രമവും പരാതി പോലുമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് മിസ്സിസ് പിയേഴ്സൺ. ഭർത്താവായ മിസ്റ്റർ പിയേഴ്സൺ മക്കളായ ഡോറിസും സിറിലും പറയുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ സാധിച്ചു കൊടുക്കുന്നു. The three family members live a busy social life and relegate Mrs. Pearson to the position of a domestic hell. This creates a sense of frustration and discontentment in Mrs. Pearson, who only wants some appreciation and reciprocation from her beloved family. Things take a twist when a magician and a fortune teller, Mrs. Fitzgerald, moves into the neighborhood. Soon, the two became close friends, and Mrs. Pearson confides her regarding her family troubles. മിസ്സിസ് പിയേഴ്സൻ്റെ ഭർത്താവും മക്കളും വളരെ തിരക്കു പിടിച്ച ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. മിസ്സിസ് പിയേഴ്സിനോട് സംസാരിക്കാനോ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഭർത്താവിനോ മക്കൾക്കോ സമയം തീരെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ മിസ്സിസ് പിയേഴ്സനെ ഒരു വീട്ടുജോലിക്കാരിയെ പോലെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥ വളരെയധികം അവരെ തളർത്തി. തന്നോട് സംസാരിക്കാനോ അല്ലെങ്കിൽ താൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ അതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് മിസ്സിസ് പിയേഴ്സൺ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മിസ്സിസ് ഫീസ്ജെറാൾഡ് എന്ന സ്ത്രീ അവരുടെ അയൽപ്പക്കത്ത് താമസിക്കാൻ വരുന്നത്. മിസ്സിസ് പിയേഴ്സണും മിസ്സിസ് ഫീസ്ജെറാൾഡും വൈകാതെ ഉറ്റ സുഹൃത്തുക്കളുമായി. മിസ്സിസ് പിയേഴ്സൺ ഫാമിലിയിൽ നിന്നും താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരുടെ മുൻപിൽ മനസ്സു തുറക്കുന്നു. Mrs. Fitzgerald is a headstrong and cynical woman who devises a plan to correct the ways of the Pearsons for the better. She conspires to exchange soul spirit with Mrs. Pearson so that she can teach her family a tough and much needed lesson in gratitude and humility. Mrs. Pearson is a docile woman who does not want to disrupt the peace and quiet of a middle-class home. She lacks the callousness to talk rough with her husband and kids. Eventually, she is won over by the plan and the souls are exchanged. മിസ്സിസ് പിയേഴ്സൺ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ മിസ്സിസ് ഫീസ്ജെറാൾഡിന് എന്താണ് പിയേഴ്സൺ നേരിടുന്ന പ്രശ്നമെന്ന് മനസ്സിലായി. മിസ്സിസ് ഫീസ്ജെറാൾഡ് ആകട്ടെ ജാലവിദ്യ അറിയാവുന്ന വ്യക്തിയായിരുന്നു. മിസ്സിസ് പിയേഴ്സൻ്റെ ഭർത്താവിനെയും മക്കളെയും ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ മിസ്സിസ് പിയേഴ്സന് തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വസ്ഥതയും ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിയോടും യോജിപ്പുണ്ടായിരുന്നില്ല. പതിയെ അവർ മനസ്സില്ലാ മനസ്സോടെ ഫീസ്ജെറാൾഡിൻ്റെ പദ്ധതികളോട് യോജിക്കാൻ തയ്യാറാകുന്നു. പരസ്പരം ആത്മാവ് കൈമാറാമെന്നായിരുന്നു പദ്ധതി. അങ്ങനെ മിസ്സിസ് പിയേഴ്സൻ്റെ ശരീരത്തിലേക്ക് മിസ്സിസ് ഫീസ്ജെറാൾഡും മിസ്സിസ് ഫീസ്ജെറാൾഡിൻ്റെ ശരീരത്തിലേക്ക് മിസ്സിസ് പിയേഴ്സനും കയറുന്നു.
Now, Mrs. Fitzgerald, in Mrs. Pearson's body, goes to the Pearson house. The first person she encounters is the spoiled daughter, Doris. She is planning to go out on a date with her boyfriend and commands her mother to prepare her dress and some tea. Unexpectedly, she receives a curt rejection from a smoking Mrs. Pearson with Mrs. Fitzgerald's soul. Her mother does not stop at the dismissal and expressly critiques her boyfriend, calling him dumb and unflattering. Doris cannot endure such response and starts crying. ഇവർ പരസ്പരം ആത്മാവ് കൈമാറിയതിനു ശേഷം മിസ്സിസ് ഫീസ് ജെറാൾഡ്, അതായത് മിസ്സിസ് പിയേഴ്സൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന വ്യക്തി നേരെ പോയത് പിയേഴ്സൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയ ഇവർ ആദ്യം നേരിടുന്നത് മിസ്സിസ് പിയേഴ്സൻ്റെ മകളായ ഡോറിസിനെയാണ്. അമ്മയെ കണ്ടയുടനെ ഡോറിസ് അമ്മയോട് ആജ്ഞാപിക്കുകയാണ്. തൻ്റെ കൂട്ടുകാരനോടൊപ്പം പുറത്തു പോകാനുള്ളതാണ്. വേഗം തൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിടാനും തനിക്ക് ചായ ഉണ്ടാക്കി തരാനും. എല്ലാ ദിവസവും തനിക്ക് ഇതെല്ലാം കൃത്യമായി ചെയ്തു തരുന്ന അമ്മ തൻ്റെ ആവശ്യങ്ങൾ കേട്ടിട്ടും തെല്ലൊരു ഭാവവ്യത്യാസവുമില്ലാതെ പുകവലിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് ഡോറിസ് ആശ്ചര്യപ്പെട്ടു. തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് അമ്മ മോശം വാക്കുകൾ പറയാൻ തുടങ്ങിയതും ഡോറിസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. Soon the son, Cyril, enters the house and casually demands his evening tea. However, he only gets a cold dismissal from a raging Mrs. Pearson. He is taken aback and considers that her mother may be undergoing a breakdown. Mrs. Pearson remonstrates with her children about the fact that all of them have a social life and only work for 40 hours a week and enjoy a weekend break. In contrast, being a wife and mother, she is constantly working for 24 hours, 7 days a week, and that too without any appreciation, let alone a salary. ഡോറിസിന് ശേഷം മകനായ സിറിലാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. പതിവ് പോലെ വൈകുന്നേരത്തെ ചായ ചോദിച്ചുകൊണ്ടാണ് മകൻ അകത്തേക്ക് കയറി വരുന്നത്. ചായ ഒന്നും ഉണ്ടാക്കാൻ തനിക്ക് മനസ്സില്ല എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള അമ്മയുടെ ഉത്തരമാണ് സിറിലിന് ലഭിച്ചത്. സൗമ്യശീലയായ അമ്മയ്ക്ക് ഇതെന്തു പറ്റിയെന്ന ഭാവത്തോടെ സിറിൽ ഞെട്ടി പുറകോട്ട് മാറി. രണ്ടു മക്കളോടും മിസ്സിസ് പിയേഴ്സൺ പറഞ്ഞു തുടങ്ങി. ആഴ്ചയിൽ വെറും 40 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാ വാരാന്ത്യവും അവധിയും പുറത്തുപോയുള്ള ഉല്ലാസങ്ങളുമുണ്ട്. പക്ഷേ ഒരു ഭാര്യയും അമ്മയുമായ എനിക്ക് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും വിശ്രമമില്ലാതെ ജോലിയുണ്ട്. എനിക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് ശമ്പളമോ എന്തിന് ഒരു നല്ല വാക്ക് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. Mrs. Pearson now starts drinking and takes her feet off. Suddenly, her husband George enters the scene. He informs them that he has a dinner function at the snooker club and therefore would miss her supper and tea. The visage of drinking Mrs. Pearson starts him and loses his cool. Mrs. Pearson wryly responds to his disgust by claiming that if he can drink, so can she. She also decries his club companions, who consider him a laughing stock and a butt for all the jokes. George is dumbfounded, disappointed and hurt. മക്കളോട് കയർത്ത് സംസാരിച്ചതിന് ശേഷം മിസ്സിസ് പിയേഴ്സൺ മദ്യപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭർത്താവായ മിസ്റ്റർ പിയേഴ്സൺ രംഗപ്രവേശനം ചെയ്യുന്നത്. അദ്ദേഹം വന്നയുടനെ പറഞ്ഞു, എനിക്ക് ക്ലബ്ബിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് വൈകിട്ടും രാത്രിയും ഭക്ഷണം കഴിക്കാൻ താൻ വീട്ടിലുണ്ടാകില്ല. പതിവില്ലാതെ ഭാര്യ മദ്യപിച്ചത് കണ്ട് മിസ്റ്റർ പിയേഴ്സൺ ഭാര്യയോട് തർക്കിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് മദ്യപിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് മിസ്സിസ് പിയേഴ്സണും തർക്കിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിലെ അംഗങ്ങൾ മിസ്റ്റർ പിയേഴ്സനെ ഒരു വിഡ്ഢിയെ പോലെയാണ് കാണുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. Gradually, all three realized that ignorance and irreverence to the toils and devotion of Mrs. Pearson and the mother and the wife. Now, real Mrs. Pearson in Mrs. Fitzgerald's body joins them and pleads with Mrs. Fitzgerald to switch back to their original bodies. Mrs. Fitzgerald gives one rousing final lesson to the family and restores things to normal. The entire exercise succeeds in its ambition as the Pearsons realize their mistake and disregard for the family. They decide to dine together and also play games together. They resolve to curb their extraneous social lives and commit to building stronger bonds between each other and appreciate the thankless job of a mother.
പതിയെ മിസ്സിസ് പിയേഴ്സൻ്റെ ഭർത്താവിനും മക്കൾക്കും തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾ മിസ്സിസ് പിയേഴ്സനോട് കാണിച്ച അവഗണന ബോധ്യപ്പെടുന്നു. യഥാർത്ഥ മിസ്സിസ് പിയേഴ്സൺ തൻ്റെ ആത്മാവിനെ തന്നിലേക്ക് തന്നെ തിരികെ തരണമെന്നും കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെന്നും മിസ്സിസ് ഫീറ്റ് ജെറാൾഡിനോട് അഭ്യർത്ഥിക്കുന്നു. മിസ്സിസ് ഫീറ്റ് ജെറാൾഡിൻ്റെ പദ്ധതി പോലെ എല്ലാ കാര്യങ്ങളും ശുഭമായി അവസാനിക്കുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഉല്ലാസവേളകളിൽ മിസ്സിസ് പിയേഴ്സനോടൊപ്പം പങ്കുചേരാനും ഭർത്താവും മക്കളും തീരുമാനമെടുക്കുന്നതോടുകൂടി മദേഴ്സ് ഡേ എന്ന പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്.